സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് കുറേ ആൾക്കാരെല്ലാം മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചെറിയ കുക്കിംഗാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മൾ സ്ഥിരമായിട്ട് ഇത് പല രീതിയിൽ തന്നെ ഇവിടെ ചെയ്യും. ഒരു 5-6 വെറൈറ്റി ഉണ്ട്. അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് കറി വെക്കുന്നതും വെറൈറ്റി രീതിയിലെല്ലാം ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു ചെറിയ കുക്കിംഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനും മോളമയും കൂടി താർക്കാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിലും വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും അടുക്കളയ്ക്കകത്ത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മുരച്ചിലാണ്. അപ്പം ഞങ്ങൾ വെളിയിൽ ഒരു അടുപ്പൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഡൈനിങ് ടേബിളൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. ഗ്യാസ് കുറ്റിയൊന്നും എടുത്തില്ല. നമ്മൾ പഴയ മോഡലിൽ തന്നെ അടുപ്പുമൊക്കെ കത്തിച്ച് ആണ് നമ്മൾ വെളിയിൽ തന്നെ എല്ലാം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പം നമ്മുടെ ഐറ്റങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഐറ്റങ്ങളെല്ലാം പരിചയപ്പെടുത്താം. അപ്പം നമ്മൾ നല്ല ഫസ്റ്റായിട്ട് ഉണങ്ങിയ ബീഫ്, നല്ല ഉണക്ക ബീഫ് ഒരു 1/4 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം അതിൽ ചേർക്കാനായിട്ട് മെയിനായിട്ട് ശകലം കുരുമുളക് പൊടി, ലേശം ഗരം മസാല, കാന്താരി, വെളുത്തുള്ളി, വറ്റൽമുളക്, ചുവന്നുള്ളി, പിന്നെ ഇഞ്ചി, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ് നമുക്ക് ഉപ്പ് ചേർത്താണ് നമ്മളിത് ഉണങ്ങിയത്. പിന്നെ മറ്റു സാധനങ്ങളെല്ലാം വരുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പ് നമ്മൾ എടുക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ സംവിധാനം. പിന്നെ വറ്റൽമുളകിൻ്റെ പൊടി ഇടുന്നവരുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമ്മളിത് ഇറച്ചി ഉണങ്ങാൻ നേരത്ത് വറ്റൽമുളക് പൊടി തിരുമിയായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പം വറ്റൽമുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശകലം വറ്റൽമുളക് പൊടിയും കൂടെ ചേർക്കാം. പക്ഷെ അതിന്റെ ഒരു ഇത് കിട്ടത്തില്ല കേട്ടോ. ഒരു എരിവിന്റെ ഒരു ഇതായിരിക്കും വായിൽ നിൽക്കുക. ഇറച്ചിയുടെ ടേസ്റ്റ് അറിയാതെ പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറൈറ്റി ആയിട്ട് 3-4 ഐറ്റമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഐറ്റമായിട്ട് നമ്മളിന്നിപ്പോൾ ഇതുണ്ടാക്കാൻ പോകും. ഫസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ അടുപ്പൊക്കെ പൂട്ടി തീക്കനൽ ശരിക്ക് കിടപ്പുണ്ട്. അതിനകത്തേക്ക് ഇവനെ ഒന്ന് ചെറുതായിട്ട് ചുട്ടെടുക്കുക. ഇത് എണ്ണയ്ക്കകത്ത് വറുത്ത് ഇടിച്ചാലും നല്ലതാണ്. പക്ഷെ എണ്ണയ്ക്കകത്ത് വറുത്ത് ഇരിക്കുമ്പോഴത്തേക്ക് എണ്ണയാകും. പിന്നെ അത് ചുടുന്ന അത്രയും ഒരു ഇത് കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചുടുക എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലോണം ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒരു 80% വെന്തതായി സാധനം. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക, അല്ലെ കരിഞ്ഞു പോകും. ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിൽ നോക്കി നിന്ന് വേണം അത് ചെയ്യാൻ. അപ്പം ഞാനത് ചുട്ടെടുക്കുക. നോക്കട്ടെ എങ്ങനെ തൊട്ടെടുക്കുന്നേനെ. ആണോ? ഞാൻ തീയൊക്കെ നേരത്തെ കത്തിച്ചിട്ടായിരുന്നു. തീയൊക്കെ നമ്മൾ നേരത്തെ കത്തിച്ചൊക്കെ ഇട്ടു. കനലൊക്കെ ഒന്ന് തട്ടിച്ചിക്കി ഒന്ന് റെഡിയാക്കട്ടെ. അടിപൊളി കേട്ടോ. ഇതാണ് കനൽ. കനലാട്ടം എന്ന് പറയുന്നത്. കനകാട്ടമാ, കനലാട്ടമല്ല. ഇവിടെ കനലാട്ടം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതെന്നാ പരിപാടിയാ? അങ്ങനെ പരിപാടി അത് കരകാട്ടം. ഇവിടെ കരകാട്ടം, കനലാട്ടം അതെല്ലാം ഉള്ളോ. അപ്പം ഇതാ നമ്മളെ തീക്കനലിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇടുന്ന കാണത്തില്ല, പാത്രം മാറ്റി വെച്ച്. കുറച്ച് ഇട്ട് എടുക്കാം. അല്ലേ ഒരെണ്ണം കരിഞ്ഞു പോകുമ്പോ അതെടുക്കാൻ പോകുമ്പോ മറ്റേത് കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ പൊന്നു കൊണ്ടുവന്ന സാധനമൊക്കെ വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ. ഞങ്ങളുടെ പഴയ മോഡലാണ് എനിക്കിഷ്ടം. പറ്റുന്നില്ല, ഇതും കൊണ്ട് വശമില്ല. കുറെ ദിവസം ചെയ്യുമ്പോഴേ ആവുള്ളൂ. ഇത് കണ്ടോ, ആ പാങ്ങിന് മറിച്ചിടാനൊക്കെ പറ്റും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മള് ശീലമുണ്ടല്ലോ. നമ്മള് നേരത്തെ തൊട്ട് ഇങ്ങനെയാ ചെയ്യുന്ന. അടുപ്പിലോട്ട് 2 കഷ്ണം എടുത്തിടും, ഒരു കുഞ്ഞ വിറകുള്ളി എടുക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ ഇടും. എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കും. നമ്മുടെ കൈയുടെ പാങ് അതാണ്. അതാണ് നമുക്ക് എളുപ്പം. അന്നേരം ഇതിപ്പം പൊന്നു മേടിച്ചോണ്ട് തന്നു, എന്തെങ്കിലും ആവശ്യമൊക്കെ എടുക്കാം. അങ്ങനെ നല്ല തീക്കനലാണ്. തീ കത്താതെ സൂക്ഷിക്കണം. തീ നല്ലോണം കെടുത്തി കനലാക്കിയിട്ട് വേണം ഇറച്ചി അതിൻ്റെ അകത്തോട്ട് ഇടാൻ. എനിക്ക് പരിപാടിയൊക്കെ അറിയാം കേട്ടോ. കൊച്ചിലോട്ട് പപ്പ ഇതൊക്കെ ചെയ്യുന്നോണ്ട് എല്ലാം ഞങ്ങൾക്ക് 3 പേർക്കും അറിയാം. 3 പേരും കണ്ട് പഠിച്ചു വെച്ചേക്കുന്ന. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയാലും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ പോലും ഇത് കുക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം. കരിച്ചു കളയോ? ഇപ്പൊ തീക്കനൽ ഏതാ ഇറച്ചി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി പോയല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, വഴക്കുണ്ടാക്കാൻ വേണ്ടി. അടുപ്പിലിട്ടേ
ചുടുമ്പോ ആ ഇറച്ചിയുടെ ആ വേവുമണം വരുന്ന കണ്ടോ, അന്നേരം തന്നെ നമുക്ക് വായി വെള്ളം വരും. സ്മെല്ലുണ്ട്. ഒരു നല്ല ടേസ്റ്റ് അല്ലേ? സ്മെല്ല് ടേസ്റ്റ് അല്ല, നല്ല മണം. നല്ല മണം. ഇനി അത് തിന്നത്തിന് കൊള്ളാം, തിന്നാൻ കൊള്ളാവോ? ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി തിന്നിട്ടുള്ളത് ആ കൊച്ചേ. കൊതിയും വിട്ട് അല്ലേ കുട്ടമ്മനെ? ഓ, തട്ടിക്കുടഞ്ഞ് ചാരം കളഞ്ഞെടുക്കണം അല്ലേ? ജസ്റ്റ് ഒന്ന് കുടഞ്ഞാ മതി കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുമ്പം രണ്ടുപേരും മിണ്ടത്തും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നേലും പണി ചെയ്ത് രണ്ട് വഴിക്ക് പോകും. ഞാൻ വന്നു കഴിയുമ്പോൾ എൻ്റെ കീഴേന്ന് മാറത്തില്ല, എന്നിട്ട് എന്നെ പോര് കുത്തിക്കൊണ്ട് നടക്കും. നല്ല കിടിലല്ലോ. അപ്പം ഇതാണ് ചുട്ട ഇറച്ചി. അപ്പൊ അതിന്റെ ഇത് ഉണ്ടോ? ഇതാണ് അതിന്റെ എന്നാ നെയ്യ് ഉരുകുന്നത്. ബീഫിന്റെ അകത്തെ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം. ഉണക്ക എല്ലാവർക്കും കഴിക്കാന്നാണ് പറയുന്നേ, എന്നാലും മൊത്തമൊന്നും പോവത്തില്ല. നമുക്ക് ഇടിച്ചെടുക്കണം. ഇനി എന്നാ പരിപാടി? ഇനി പരിപാടി ഈ കല്ലേ വെച്ച്, ഇങ്ങനത്തെ കല്ല് വേണമെന്നൊന്നും നിർബന്ധമില്ല. അതെ, അരകല്ലേലോ മറ്റേ ചെറിയ ഇടികല്ലേലോ ഒക്കെ ചതച്ചെടുക്കാം. ചെറിയ ഇടികല്ലേലാണ് ഇച്ചിരി ആയാസപ്പെടണം, കാരണം ചെറിയ പിള്ളയല്ലേ. അപ്പോൾ ഈ കല്ല് നമ്മുടെ വീട് പൊളിച്ചപ്പോൾ എടുത്ത് പെരയുടെ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കളഞ്ഞിരുന്ന കല്ല ഈ കല്ല് കേട്ടോ, ആട്ടുകല്ല്. അപ്പൊ ഞാൻ ഇന്ന് അതൊക്കെ തപ്പി പിടിച്ച് കഴുകി എല്ലാം റെഡിയാക്കി ഇവിടെ കൊണ്ട് നിട്ടതാണ്. കാരണം ഇതില് വർഷങ്ങൾ, ഇതിനിപ്പോ എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും ആർക്കും അറിയത്തില്ല. വല്യമ്മച്ചിയുടെ ഒക്കെ പ്രായമാണ് അങ്ങനെ. വല്യമ്മച്ചിയുടെ ഒക്കെ പ്രായമായിരിക്കും, അമ്മയുടെ. അപ്പൊ അവരൊക്കെ ആ തലമുറയൊക്കെ ഇതേ കുറേ ആട്ടിയിട്ടുള്ളോ, നമ്മളെ എല്ലാം ഊട്ടിയിട്ടുള്ളോ, അപ്പമായിട്ടും ഇഡ്ഡലി അങ്ങനെയുള്ളതെല്ലാം. അപ്പം ഞാനത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന ഈ സാധനം ഞാൻ ഇന്ന് കഴുകിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ വെച്ച് നമ്മളിപ്പോൾ ഇത് തൽക്കാലം ചതച്ചെടുക്കുന്നു. അരകല്ലെ വെച്ചും ചതയ്ക്കാം. അപ്പോൾ ഇതിന്റെ പിള്ളക്കല്ല്, ഇത് അരകല്ലിന്റെ പിള്ളയാണ്. ഇതിന്റെ പിള്ളക്കല്ല് എവിടെ കിടപ്പുണ്ട്, അതിന്റെ പകുതി പൊട്ടിപ്പോയല്ലേ, പൊട്ടിക്കിടക്കും. അതുകൊണ്ടാണ് ഞാൻ അരകല്ലിന്റെ പിള്ള എടുത്തത്. ഇത് വെച്ച് ഇടിക്കുകയാണെങ്കിൽ ഇവനനുസരിച്ച് ഓരോ കഷ്ണം മോളമ തരുന്നു, ഞാൻ ഇടിക്കുന്നു. ഇതിനകത്തിട്ട് വേണേലും ഇടിക്കാം, എന്നാൽ ഒത്തിരി പൊടിഞ്ഞു പോകരുത്, ഒരു മയത്തിന് വേണം. അപ്പം ഇങ്ങനെയാണ്. അങ്ങോട്ടല്ലോ, ഇങ്ങോട്ട് വേണം. നമുക്കങ്ങനെ ഒത്തിരി വലിയ ഇടിക്കാനൊന്നുമില്ല അല്ലേ. അപ്പം നല്ലോണം കഴുകിയതാ. ഇതൊരു ആറ്റിലെ കല്ലിന്റെ ഒരു കളറല്ലേ. വൗ, ഭയങ്കര നൊസ്റ്റു ആണല്ലോ. അതിനാ മനുഷ്യൻ നിങ്ങൾ എന്നെ കളിയാക്കിയതാണോ? എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ മറ്റേ ചെറുതായി വെച്ചാണ് ഒത്തിരി അയ്യോ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ ഇതൊക്കെ നൊസ്റ്റുവാ. കാരണം പുറത്തുള്ളവരൊക്കെ ഇത് കാണുമ്പോഴേ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പുറത്തുള്ളവർ ഇതൊക്കെ മിസ് ചെയ്യുവല്ലേ. ഇപ്പോഴുള്ള കുഞ്ഞു പിള്ളേർക്കൊന്നും ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ കല്ല് എന്നാന്ന് പോലും അറിയത്തില്ല ചിലവർക്കൊക്കെ. ചില പിള്ളേർക്ക് ആട്ടുകല്ല് എന്നാ, പഴയ അരകല്ല് എന്നാ, അങ്ങനെയൊന്നും ഇപ്പൊ പിള്ളേർക്ക് അറിയത്തില്ല. ചിലവരുടെ വലിയ വലിയ വീടുകളിൽ, മിക്ക വീടുകളിലും അരകല്ലും ആട്ടുകല്ലും ഒന്നും കാണില്ല. അതിന്റെ കാര്യം വിട്ടുപോയില്ല. അപ്പം ഇങ്ങനെ ഒരു യുവത്തില് ആക്കി ചതച്ച് മാറ്റി വെക്കണം കേട്ടോ. ആണോ? മിക്സിക്കകത്തിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അമ്മ എളുപ്പത്തിന് മിക്സിക്കകത്തൊക്കെ ഇട്ട് ഇടിച്ചെടുക്കും കേട്ടോ. രാവിലെ എനിക്ക് സ്കൂളിൽ ഇപ്പൊ സ്ഥിരം ഇതാണ് തന്നു വിടുന്നത്. കുട്ടിക്ക് ഒരു തോരൻ കറിയും വെച്ച് 2 കഷ്ണം എടുത്ത് ഇടിച്ച് ഇടിയിറച്ചി പെട്ടെന്ന് ഒന്ന് തോരപ്പോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഭക്ഷണം കഴിക്കും. പപ്പ ഇപ്പൊ ചെയ്യുന്ന പോലാണ് എന്നും എനിക്ക് ചെയ്തു തരുന്നത്. ചെറിയ ഇടികല്ലേല ഇടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ, അത്ര ഒരു വ്യത്യാസവും. പിന്നെ അമ്മ എനിക്ക് ഒത്തിരി എരിവൊന്നും വെക്കത്തില്ല, എന്റേതായ ഒരു രീതിക്ക് അങ്ങ് ചെയ്തു തരും. അപ്പൊ ഫുൾ ഇടിച്ചിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കഴിച്ച്
സെറ്റാക്കി നാര് പോലെ ആക്കുക. എടുക്കണം. ചെറുതാക്കാൻ വേണമെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പൊടിഞ്ഞങ്ങ് പോവേ, ഒരുപാട് ഉണങ്ങിയാലേ. പക്ഷെ ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് വെച്ചേക്കാൻ നോക്കുകയല്ല. പിന്നെ ഇതുപോലെ കൈയും കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വേണം ചെയ്യാൻ. എല്ലാവരും ചെയ്യുമോ? കൈയൊക്കെ കഴുകി അങ്ങനെയല്ലേ നമ്മളൊരു മെസ്സേജ് കൊടുത്തതാണേ. കൊച്ചു ചില സമയത്തുള്ളല്ലോ ഞങ്ങളെ വാരും, ഞങ്ങൾ ചെയ്യുന്നത് ശരിയായില്ല, ഒത്തില്ല എന്നൊക്കെ കൊച്ചു പറഞ്ഞ് ഞങ്ങളെ കളിയാക്കാറുണ്ട് കേട്ടോ. ഒന്നും ആർക്കും അറിയത്തില്ല. പുകയും ചാരവും ഒക്കെ വരുന്നു. കത്തുവോ? ഇതിനകത്തുള്ളതായിരിക്കും. അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പാക്കേജില്. ഞാനേ തീ കെട്ട് പോകാതിരിക്കാൻ 2 കുഞ്ഞ കമ്പ് അങ്ങോട്ട് പറക്കി വെച്ചേ. ഇത് ചൂടാക്കി എടുക്കണല്ലോ ഇനി. പൊന്തം തീ കത്തുന്നു. കെടുത്തി വെച്ചേക്കാം, പുക വരാതിരിക്കും. വേണ്ട, കെടുത്തിയാ പോയി, അത് കത്തിക്കോട്ടെ. എന്റെ പൊന്നു കൂട്ടാ. അയ്യോ, ഞാനേ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പം ചിലർ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴേ പെട്ടെന്ന് ഓരോന്ന് ചെയ്തിട്ടൊക്കെ പോകുമല്ലോ. അല്ലെങ്കിലും നമ്മളെപ്പോഴും എന്നാ കൈയും കൊണ്ട് ചെയ്താലും കൈ എപ്പോഴും കഴുകിയിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ കുട്ടമ്മോൻ്റെ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ ഒന്ന് കഴുകി. ആ ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താണല്ലോ. അതെ, ഈ ഇറച്ചിയുടെ എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ഈ വീഡിയോ നിർത്തി കഴിയുമ്പോ നീ എന്റെ അടുത്താ വരുന്നല്ലേ? അത് ഓർമ്മ വേണേ. നേരല്ലേ? അങ്ങനെ ഒരു ഭയം മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ ജീവിതത്തിലല്ലേ? എന്റെ പൊന്നോ, ഭയം ഇറക്കട്ടും. ബാക്കി ഇപ്പൊ ഇത്ര സെറ്റാക്കി. ഇപ്പൊ നമ്മളൊരു 5 മണി കഴിഞ്ഞാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു വെട്ടമങ്ങൽ ഇപ്പൊ ഉണ്ടല്ലേ, മങ്ങി വരുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ആക്കിയിട്ട് എന്നാ ചെയ്യണ്ടേ? ഞാനിപ്പോ തന്നെ കാണിച്ചു തരാം. ഇനിയുണ്ട് ശകലം പരിപാടികളൊക്കെ ഉണ്ട്. മീശ ചാര വിരിക്കുന്നു. ഇവിടെ ഇത് ഇടിച്ചില്ല, ഇതും കൂടെ ഇടിച്ചോളൂ. ഒരെണ്ണം ഇടിക്കാറുണ്ട്. ഇപ്പൊ എന്നെ കുറ്റമൊക്കെ പറയുന്നത് കേട്ടായിരുന്നല്ലോ, അപ്പനും മോളും കൂടെ. അച്ചാവോറ്റിയൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ഇടിച്ചു തരാം. അയ്യോ, നിർബന്ധമൊന്നുമില്ല അല്ലേ? അതുകൊണ്ട് വെച്ചിട്ട് കഴിയുമ്പോ പിന്നെ ചുട്ട് ചുട്ടാ നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ചാച്ചനൊക്കെ, ഞങ്ങള് ഹൈ റേഞ്ചിൽ തോപ്രാംകുടിയിലാണ് ആദ്യം. ചാച്ചൻ വൈക്കംകാരനാണ്. ചാച്ചൻ തോപ്രാംകുടിയിൽ കുടിയേറി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എൻക്രോച്ച് എടുക്കാം, സ്ഥലം വെട്ടിത്തെളിച്ചെടുക്കാം. അങ്ങനെ തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കുറേ സ്ഥലമൊക്കെ എടുത്ത് അവിടെ കപ്പയൊക്കെ കൃഷി ചെയ്യുക. അങ്ങനെ കപ്പയൊക്കെ ഉണങ്ങി വെക്കും. ഇതുപോലെ ഇവര് കൃഷിക്കാരെല്ലാം കൂടെ കൂടി ഒരു 3-4, അന്ന് ഈ കശാപ്പൊന്നും ഇല്ലല്ലോ അവിടെയൊന്നും ഇല്ല. തങ്കമണിയിലെങ്ങാണ്ടാ സിറ്റി ഉള്ളത്. നമ്മൾ തങ്കമണിയിൽ നിന്ന് നടന്നാണ് പോകുന്നത്, അന്ന് വണ്ടിയൊന്നുമില്ല. അന്നത്തെ കാലത്ത് ചാച്ചനൊക്കെ ഇതുപോലെ ഒരു മാടിനെയൊക്കെ പോയി കമ്പത്ത് പോയി എടുത്തോണ്ട് വന്നിട്ട് ഇതുപോലെ ഉണങ്ങി വെക്കും. ഇവർ 3-4 പേര് കൂടി അത് പങ്ക് വെച്ചിട്ട് അത് ഉണങ്ങിയൊക്കെ വെച്ച് ഇതുപോലെ നമ്മളെ ഉണ്ടാക്കിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പച്ചക്കുരുമുളക് ഒക്കെ ചേർത്ത് അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതൊരു വെറൈറ്റി, അതാ ഏറ്റവും എനിക്ക് ഇടിയിറച്ചിയിലെ ഇഷ്ടം പച്ചക്കുരുമുളക് ചേർത്ത് ഉണ്ടാക്കുന്ന. ആണോ? അതാണോ ടേസ്റ്റ്? നല്ല ടേസ്റ്റ്. ഞാൻ ഒത്തിരി ഒന്നും കഴിച്ചില്ല. കറി വെച്ച് കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആക്കി കഴിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഒത്തിരി ആയിട്ട് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പച്ചക്കുരുമുളക് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഒന്നും കിട്ടാനില്ലല്ലോ. പക്ഷെ ചേച്ചി വെറൈറ്റി രീതിയിലൊക്കെ ഉണ്ടാക്കും. അവൾ ഇവിടെ ഉണ്ടേല് ഉണ്ടെന്നാ പറഞ്ഞേ. വിളിച്ചപ്പോ വേണോ അയച്ചു തരണോന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്നാ പറഞ്ഞ. ആരെങ്കിലും കൈ കൊടുത്തു വിടണോന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇതെല്ലാം സെറ്റായിട്ട് ഇപ്പം ഇത് ഈ പരുവത്തിലായി. കണ്ടോ, നല്ല സെറ്റായി. വറ്റൽമുളക് ഇട്ടു. ഇതിന്റെ പൊടി, പാക്കറ്റ് പൊടി കിട്ടുവേ. അപ്പൊ അത് കൂടി ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം 2 വറ്റൽമുളക് ചുട്ടെടുത്തത്. അത് നല്ല ഇതായിട്ട് എടുക്കണം അല്ലേ? ഒത്തിരി പൊടി ഉണ്ട്, എന്നാലും കുറച്ച്. അത് മതി.
അപ്പോൾ അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു. ഇറച്ചിയുടെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. സാറില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഒരു കറുപ്പൊക്കെ വരുവേ. അതെ അതെ. നമ്മൾ ചെയ്താൽ ഇനി ചുമന്നുള്ളി നമ്മളൊരു 100 ഗ്രാം എടുത്തുണ്ടേ. ചുമന്നുള്ളി ഓരോരുത്തരും ഇഷ്ടപ്പെടും. ചുമന്നുള്ളി കൂടുതൽ ചേർക്കുവാണെങ്കിൽ ചിലർക്ക് ഇഷ്ടമാണ്. എന്തായാലും വെള്ളം ചേർക്കാം. ഒരു 250 ഗ്രാമിന് വേണേൽ ഒരു 100 ഗ്രാം 150 ഗ്രാം ഒക്കെ ചുമന്നുള്ളി ചേർക്കാം. അതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്നത് ചുമന്നുള്ളിയാണ്. കാണാവോ നിങ്ങൾക്ക്? എനിക്ക് കാണാം. മനുഷ്യരെ നിങ്ങൾക്കല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാവോ എന്നാണ് ഉദ്ദേശിച്ചത്. ഇറച്ചിയുടെ പൊടിയുള്ളതുകൊണ്ടാണ് വേറൊരു കളർ. അതെ അതെ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കാന്താരി മെയിനായിട്ട് നമ്മുടെ ഇവിടെ ഹൈ റേഞ്ചിൽ ചേർക്കുന്നത് ഇതൊക്കെയാണ്. പച്ചമുളക് ചേർക്കുന്നവർ കാണും. ഞാൻ ഇതിനകത്തേക്കൊരു 5 കാന്താരി മുളക്. 5 ഗ്രാം ഭയങ്കര എരിവായിരിക്കും അല്ലേ? കൂടുതലിട്ടാലേ പത്തലമുളകിൻ്റെ എരി വരുമല്ലോ. അതും കൂടെ ഇടിച്ചെടുക്കും. ഓ, ഇത്രയും ബലം പിടിച്ചെണ്ണത്തിന് ഇളകുന്നേ. ഇരിക്കട്ടെ. ഞങ്ങളെല്ലാം ഭയങ്കര എക്സ്പ്രഷൻ കിങ് ആണ്. അപ്പൊ ഒരു 2-3 വെളുത്തുള്ളി കൂടെ. അയ്യോ അമ്മ, ഇതേ വെള്ളം വരുന്നത്. നമുക്ക് വെള്ളം വന്നു. കളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനാണെന്നറിയോ? നമ്മൾ ആ ഇടിയിറച്ചിയുടെ പൊടിയുണ്ടാകും. നമ്മളത് പിന്നെ കഴുകാനൊന്നും പോയില്ല. അതെ, എന്നാലും നല്ല നീറ്റാണ് കാര്യങ്ങളൊക്കെ. അപ്പം അതിങ്ങനെയാണ് കോരിയെടുക്കുന്നത്. ഇടിച്ചപ്പോൾ അത് ഇച്ചിരിയേ ഉള്ളല്ലേ? ഉള്ളി ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി ഇടിച്ചെടുത്തു. തീയൊക്കെ ഇരുന്ന് കത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളം വന്നോണ്ട് അമ്മ അങ്ങോട്ടൊന്ന് പോയി കേട്ടോ. എടുത്തിട്ടോ വെള്ളം? നമുക്ക് 4 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം വരുവുള്ളൂ. വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചു വെച്ചില്ല, പിന്നെ 3-4 ദിവസത്തിന് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരും. കോഴി സമ്മതിക്കുകയല്ലോ പറയാൻ വേണ്ടി. നമ്മളെപ്പം വീഡിയോ എടുക്കാൻ വന്നാലും ഇവിടുമാർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാണ്ട് ഒരു പ്രത്യേക ബഹളവാ. പരിപാടികളിലേക്ക് കിടക്കാൻ തീയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. മൂക്കിൻ്റെ അകത്ത് ചാരം പോയെന്ന് തോന്നുന്നു. തലമുടിയാലുണ്ടോ? ഇല്ല. ഓ, നല്ലതാ നല്ലതാ. അതിലും വെറൈറ്റി ആയിട്ട് നമ്മൾ കാണിച്ചില്ല. എന്നതാ ഇത് അതിനകത്ത് പ്രധാനമായിട്ട് വരേണ്ട ഒരു സംഭവമാണ്. അതിന്റെ ചെറുതൊന്നും കണ്ടിട്ടില്ല. കറിവേപ്പില അല്ലേ? ഇത് കഴിയെടുത്തു. ഇത് കഴിക്കൊണ്ട് ഞാൻ ആരംഭിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല. വെള്ളമൊക്കെ വന്നു. നമുക്ക് കുറേ പരിപാടികളെല്ലാം ചെയ്യാനുണ്ട്. ചീനിച്ചട്ടി വെച്ചു. അംശമൊക്കെ നമ്മുടെ കൂട്ടിയ അടുപ്പ് അടുപ്പിനകത്തിരുന്നുണ്ട് അനങ്ങുന്ന ചട്ടി. അതൊക്കെ നമ്മൾ വെക്കും. ഇത് മൊത്തം തട്ടിക്കൂട്ടാണല്ലോ. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്കും മുളമിക്കും കൂടെ പെട്ടെന്ന് കഴിയും. കൊതിമുത്തതാണോ? അപ്പോൾ എടുത്തോളൂ, എണ്ണ എടുത്തോളൂ. ചീനിച്ചട്ടിയിലെ വെള്ളമൊക്കെ പറ്റുന്നു. അടുത്തത് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ അല്ലേ? അത് നമ്മുടെ ഇതിന് കൂടുതൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, എന്നാലും ആദ്യം കുറച്ച് വേണം. എണ്ണ ചൂടാവട്ടെ. എന്തായാലും വെളി കുക്ക് ചെയ്യുന്നതാണ് അല്ലേ? പക്ഷേ മുടി വീഴല്ലേ? അപ്പം ഒത്തിരി തീയൊന്നും വേണ്ട, മീഡിയം അല്ലേ കരിഞ്ഞു പോകും കേട്ടോ. കടുകിട്ടു. അപ്പം ആ കടുക് പൊട്ടുന്ന ഒരു സീനുണ്ട്. പൊട്ടുന്നില്ല കൂട്ടാ. ഇതേ പൊട്ടുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില ഇടുവോ? നമ്മൾ ഇതിനകത്തേക്ക് 2-3 കരിവേപ്പില ഇടും. അങ്ങോട്ട്. അയ്യോ, അടുത്തത് നമ്മുടെ അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ എല്ലാ സാധനവും ഉണ്ട്. വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ഇറച്ചിക്ക് തിരുമിയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വേറെ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ.
മഞ്ഞൾപ്പൊടി ഉണ്ട് അത്യാവശ്യം. അത് എണ്ണയ്ക്കകത്തോട്ടിട്ട് അതൊന്ന് മൂക്കണം. ചെറുതായിട്ടുണ്ട്, ഒരുപാട് തീ വേണ്ട, ചെറിയ തീ മതി. കാന്താരിയുണ്ട്, കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, ഇതിൻ്റെ എല്ലാ എരിവും വരും. അടുത്തത് ഉപ്പിടണം അല്ലേ? ഈ ഗ്രേവിക്കുള്ള ഉപ്പേ. ഇറച്ചിക്ക് ഓൾറെഡി ഉപ്പുണ്ട്, എന്നാലും നമ്മൾ ഈ ഗ്രേവിക്കുള്ള ഉപ്പ് കൂടി ഉപ്പിടണം. ഓക്കെ. കൈയുടെ പാങ്ങാണോ കുട്ടമ്മോനെ? പാങ്ങാണോ? ഉപ്പ് കൈപ്പാങ്ങിനായിട്ട് ആവശ്യത്തിനുള്ളത് അനുസരിച്ചിടണം കേട്ടോ. അപ്പോൾ ഇത് ഏറെക്കുറെ മൂപ്പായിട്ടുണ്ട്. മോളമ്മ ഇറച്ചി ഇങ്ങെടുത്തോ. നെക്സ്റ്റ് നമ്മളിവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളിട്ടു. അതിനകത്ത് ലേശമുണ്ട് അല്ലേ? ഇനിയിപ്പോൾ ഈ എണ്ണ ഇത് മതി. ഇപ്പോൾ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ എണ്ണ വീണ്ടും വെളിയിച്ചാണ്. ആണോ? അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഈ ഇറച്ചിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അമ്മ രാവിലെ ഉണ്ടാക്കുന്നതൊക്കെ കാണാം. അപ്പം മണം വരും, നമ്മൾ അങ്ങോട്ട് പോകാറില്ല. ശകലം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കളറൊക്കെ വേണം എങ്കിൽ ലേശം മുളക് പൊടിയും മുളക് പൊടി ഇടാം. ഇത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ലേശം കാര്യമായിട്ട് തന്നെ നമ്മൾ തട്ടുന്നുണ്ട്. ഇളക്കിക്കോ. കരിയാതെ ഒരു ചെറിയ മൂക്കുക. ഇതാണ് ഇതിൻ്റെ പ്രൊപ്പറേഷൻ എന്ന് പറയുന്നത്. മോളമ്മ മൂത്തൊന്ന് ഇടയ്ക്കൊന്ന് നോക്കണേ. ഞാനിവിടെ ഇരുന്നതാട്ടോ, പക്ഷെ ഭയങ്കര പുക കാരണം എനിക്ക് മാറിയില്ല. ഭയങ്കര പുക, നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. സൈഡിലോട്ടാ പുക വരുന്നത്. പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, നമ്മൾ പുറത്തൊക്കെ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോനും പൊന്നും ഒക്കെ കുഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ ചുറ്റും വന്നിരിക്കും. എന്നിട്ട് ചോദിക്കും, പപ്പ വെന്തോ, പപ്പ വെന്തോ. പഴയ നമ്മുടെ വീട് ചെറിയൊരു വീടായിരുന്നു, ആദ്യത്തെ അറുത്തുകൂട്ട് വീട്. അപ്പോൾ അതിൻ്റെ പുറകിലായിരുന്നു നമ്മുടെ അടുപ്പൊക്കെ. അന്ന് അടുക്കളയല്ല ഇടിഞ്ഞൊക്കെ പോയത്. അപ്പോൾ അന്ന് നമ്മൾ എന്നാ സാധനം ഉണ്ടാക്കുവാണേലും വെളിയിൽ ചുമ്മാ ഒരു പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി അടുപ്പൊക്കെ പൂട്ടിയായിരുന്നു. വെളിയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ അവിടെ വെച്ച് തന്നെ രുചിയൊക്കെ നോക്കി കപ്പയൊക്കെ പുഴുങ്ങി നൈസല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞു പാത്രത്തിൽ എടുത്തോണ്ട് പോയിട്ട് ടി വി ഒക്കെ കാണുമ്പം ചുമ്മാ ഇരിക്കുമ്പോഴേ ഇത് ഒരെണ്ണെടുത്ത് വായിലിട്ട് ചവച്ചോണ്ടിരുന്നങ്ങ് ടി വി ഒക്കെ കാണണം. കൊച്ചു പിള്ളേർക്ക് അങ്ങനെയുള്ള ഇഷ്ടം. അന്നേരം ഇതിന്റെ ടേസ്റ്റ് ചവയ്ക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടുന്നു. അന്നേരം നമുക്ക് സമയം ഉണ്ടാക്കുമായിരിക്കും. ഇങ്ങനെ ചവച്ചിറക്കിക്കൊണ്ട് ഇന്ന് ടി വി ഒക്കെ കണ്ടാൽ നല്ലതായിരിക്കും. ഇന്നെങ്ങാനും ആകുമോ? വെന്തു, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ ലാസ്റ്റ് നോക്കേണ്ടത് കരിഞ്ഞു പോകരുത്. ഇടയ്ക്ക് നമ്മളൊന്ന് രുചിച്ചൊക്കെ നോക്കി ഒരു കഷ്ണം എടുത്ത് ചവച്ചൊക്കെ നോക്കിയിട്ടാണ്. കാരണം ഈ സാധനം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഉണങ്ങുമ്പോൾ തന്നെ ഒരു 80% വെന്തതാണ്. അതെ അതെ. നിങ്ങൾ നോക്കുമ്പോ കാണാൻ വലിയ ഗ്ലാമർ ഒന്നും ഇല്ലായിരിക്കും, പക്ഷെ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അപ്പം $100 എടുക്കുമ്പോൾ 400 രൂപ ഇറച്ചിയായി. സാധാ പച്ചയിറച്ചി ഇതിപ്പോ എത്ര രൂപയുടെ മുതലുണ്ട്? ഇത് രൂപയുടെ മുതൽ എന്ന് പറഞ്ഞാൽ 1 കിലോ ഇറച്ചിയുണ്ട്. ആണല്ലേ? 1 കിലോ പച്ചയിറച്ചി ആണ്. അപ്പൊ ഞാൻ ഇതെല്ലാം ഇങ്ങനെ കാണിക്കാവേ ഞങ്ങളെ. ഒരു പച്ചമുളകൊക്കെ കിടക്കുന്നു. ഇതാണ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇതാണ് ഇന്ന് ഇവരുടെ പരിപാടി അല്ലേ? ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. ഞാനും മോളമ്മയും കൂടെ പകലെ പ്ലാൻ ചെയ്ത്, ഞങ്ങൾക്ക് പകൽ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ചെയ്തതാണ്. വൈകിട്ട് ഇനിയിപ്പോൾ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഉച്ചക്കത്തെ പയറുമെഴുക്ക് വരട്ടി ഇരിപ്പുണ്ട്, പുളിശ്ശേരി ഇരിപ്പുണ്ട്. ഇനി ഒരൊറ്റ കറി കൂടി ഉണ്ടെങ്കിൽ
അടിപൊളി. വായിക്കാത്തൊക്കെ വെള്ളം തിരിച്ച് വരാൻ ആ, കൊച്ചൊരു കാര്യം ചെയ്യാവോ? എന്നാ ചെയ്യണ്ടേ? കൊച്ചൊന്ന് ടേസ്റ്റ് ചെയ്യും. ചെയ്യാം. ഞാൻ എടുക്കാൻ വേണ്ടി. ഇല്ല, അമ്മ എടുത്ത് തരും, കുട്ടമോൻ എൻ്റെ അടുത്ത് വേണം. ഓ അതാണത്. ആ, അതല്ല കാര്യം. അതെനിക്ക് ഇഷ്ടമാണ്. അതെനിക്ക് ടേസ്റ്റ് ചെയ്യാം. അത് നേരം അമ്മ പിടിച്ചമ്മേ. ഓക്കെ. അപ്പം കൊച്ചി തന്നെ ഇത് ഇച്ചിരി മതിയേ, ഈ ശകലം മതി കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം. കുഞ്ഞു കഷ്ണം കഴിക്കുന്നത് നല്ല നാര് പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. വറ്റൽമുളക് വേണ്ടല്ലോ, ഞാൻ ആ വറ്റൽമുളക് കയറിയത് കൊണ്ടാണ് കുറഞ്ഞിട്ട് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. എന്തെങ്കിലും പറയുന്നുണ്ടോ? സെറ്റ് സാധനമല്ലേ അത്? കൊച്ചിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ട് പപ്പായും ടേസ്റ്റ് ചെയ്യുവാണോ? അടിപൊളിയാണ്. അടിപൊളിയാ. എന്നാൽ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്ര ഒത്തിട്ടില്ല കേട്ടോ. ആണോ? ഇന്നത്തെ ഞാൻ ഒത്തു. വെളിയിൽ വെച്ച് ഉണ്ടാക്കി കൊണ്ടാന്ന് അല്ലേ? എന്നാൽ അതായിരിക്കും. ഞാൻ മോക്കുണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനൊന്നും അല്ല കേട്ടോ. ചുമ്മാ ചതച്ചിട്ട് ലേശം ഉപ്പ് കുറവുണ്ട്, ലേശം ഉപ്പ് മാത്രം ഇടും, എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് അങ്ങനെ കൊടുക്കും. ചിലപ്പോൾ ഒരു ഉള്ളി വെക്കും. ഞാൻ എരിവ് തിന്നില്ല. കൊച്ചിന് എരിവ് കുറവ് മതി. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടാക്കുമ്പം നമ്മൾ എരിവൊന്നും ഇടേണ്ട കാര്യമില്ല. ചുമ്മാ ചതച്ച് എണ്ണയ്ക്കകത്ത് വറുത്ത് കൊടുത്താൽ മതി. ചുമ്മാ ചുട്ട് കൊടുത്താലും നല്ലതാ, ചതച്ച് കൊടുക്കണം. അപ്പോൾ അടിപൊളി കറിയാണ്. ചെറിയ പല്ലുള്ള പിള്ളേരാണെങ്കിൽ ഒരു കഷ്ണം അടുപ്പിലോട്ട് ഇട്ട് ചുട്ടിട്ട് ചുമ്മാ കയ്യിലോട്ട് കൊടുത്താൽ മതി, കടിച്ച് വലിച്ച് ചവച്ചോളൂ. മോളെ എനിക്കും കൂടെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാനും മോളും എൻ്റെ ഭാര്യ പുറകിൽ, ക്യാമറയുടെ പുറകിലാണെങ്കിലും ഭാര്യയും കൂടെ വരും. ബൈ.